ജനിച്ച മണ്ണിൽ കിടന്നുറങ്ങാൻ ഞങ്ങൾക്കിവിടെ കഴിയുന്നില്ല. കാട്ടാനയുടെ കാട്ടുവന്നുടൻ കൃഷിയെല്ലാം നശിപ്പിച്ച് കണ്ടില്ലെന്ന് നടിക്കുന്നവരെ അധികാരികളെ കണ്ണു തുറക്കൂ. കൃഷിയെല്ലാം നശിപ്പിച്ചു കണ്ടില്ലെന്ന് നടിക്കുന്നവരെ. നമുക്കറിയാം, നമ്മുടെ നാട് ഇന്ന് വളരെയേറെ ഒരു വേദനിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത്. നമ്മുടെ മുന്നോർപ്പള്ളി, ഏഴാറ്റുമുഖം, അതുപോലെ തന്നെ അടിച്ചൂരി പ്രദേശത്ത് ഏറെ നാളുകളായി നമ്മുടെ കാട്ടാനകൾ വ്യാപകമായി കൃഷിനാശം സംഭവിച്ചുകൊണ്ട് നമ്മളെ ഇന്ന് കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഈ അമ്പലത്തിന്റെ, ഈ വെള്ളപ്പാറ അമ്പലത്തിന്റെ ഈ പ്രദേശങ്ങളിൽ തുടങ്ങി അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഈ പുഴയുടെ അങ്ങേ സൈഡ് അടിച്ചിരി വരെയുള്ള പ്രദേശത്തെ ആളുകൾക്ക് വ്യാപകമായ ഒരു കാട്ടാനയുടെ ആക്രമണം മൂലം അല്ലെങ്കിൽ കൃഷിനാശം സംഭവിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, ഒരു കൃഷി ഇത്രയേറെ നമ്മൾ അധ്വാനിച്ച് തെങ്ങ്, ജാതി, അതുപോലെ റബ്ബർ, അടയ്ക്കാമരം ഉൾപ്പെടെയുള്ള ഈ കൃഷി വിളകളൊക്കെ നമ്മൾ ഒരു 6-7 വർഷക്കാലം അധ്വാനിച്ചിട്ടാണ് നമ്മളതൊന്ന് പരിപാലിച്ചെടുക്കുന്നത്. നമുക്കിതിൽ നിന്നും വരുമാനം കിട്ടേണ്ട ഒരു സാഹചര്യം വരുമ്പോ ഇത്തരത്തിൽ വ്യാപകമായി ഇത് നശിച്ചു പോകുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ വേദനാജനകമാണ്. നിരവധി കർഷകരാണ് ഇത്തരത്തിൽ ദുരിതമനുഭവിക്കുന്നത്. ഇന്നലെ തന്നെ നമുക്കറിയാം, നമ്മുടെ മുന്നോർപ്പള്ളിയുടെ ആ പ്രദേശത്ത്, പുഴയോട് ചേർന്ന് കിട്ടുന്ന പ്രദേശത്ത് ആന വന്ന് ഒരു 10-15 കുടുംബങ്ങളുടെ വാഴ ഉൾപ്പെടെയുള്ള, തെങ്ങ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നശിപ്പിച്ചു. ഞങ്ങള് ഈ സമരം ആലോചിച്ച് ഒരാഴ്ച പിന്നിട്ടതിന് ശേഷമാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായത്. അപ്പൊ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മള് നിരവധിയായ നിരോധനങ്ങൾ ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും സർക്കാരിലും കൊടുത്തെങ്കിലും യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല. ഈ ആന വന്നിട്ട് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കാൻ പറഞ്ഞ് വിളിച്ചിട്ട് പോലും അവര് നിസ്സന്നതമായ ഒരു മനോഭാവം സ്വീകരിച്ചു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചത്. ഇതൊരു സൂചന ഫോറം മാത്രമായി സ്ഥാപിക്കണം എന്ന് ഈ ജനകീയ മാർച്ചിലും ധർണയിലും പങ്കെടുക്കുന്ന ജനങ്ങളെ സാക്ഷി നിർത്തി ഞാൻ ആവശ്യപ്പെടുകയാണ്. 13 കോടി രൂപ ഈ സർക്കിളിന് വേണ്ടി, ഇലക്ട്രിക് ഫെൻസിംഗിന് വേണ്ടി നബാർഡിൽ നിന്ന് അനുവദിച്ചിട്ട് അത് സമയബന്ധിതമായി അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച്, ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ആ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇതുവരെ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ദുഃഖകരമായ സത്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. മലയാറ്റൂര്, അതിരപ്പള്ളി, വാഴച്ചാൽ ഡിവിഷനിൽ ഉൾപ്പെട്ട ഈ സർക്കിളിന് 13 കോടി രൂപ അനുവദിച്ചതാണ്. ഇപ്പോഴും അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. അതാണ് ഈ കാട്ടുമൃഗങ്ങൾ, കാട്ടാന ഉൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടായത്. ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ പുഴയുടെ തീരത്തുകൂടി കടന്നു വന്ന ആനകൾ മുഴുവൻ ഏഴാറ്റുമുഖം ഈ കനാലിന് കീഴ്പ്പെടുള്ള മുഴുവൻ ആളുകളുടെയും കൃഷികൾ നശിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അക്കാമിയുടെ ആയുർവേദ ട്രീറ്റ്മെന്റ് നടത്തുന്ന എസ്റ്റേറ്റിന്റെ പരിസരത്തുള്ള എല്ലാ ആളുകളുടെയും, പന്തൽക്കാരന്മാരുടെയും പാറക്കലുടെയും ഒക്കെ കൃഷി നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ തൊട്ടടുത്താണ് അംഗൻവാടി. ഈ അംഗൻവാടിയിൽ വരെ ഇന്നലെ ആന വന്നിട്ട് പോയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ എങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങും? ഈ വീടിന്റെ തൊട്ടപ്പുറത്താണ് അംഗൻവാടി. ഈ അംഗൻവാടിയുടെ പരിസരത്ത് വരെ വന്ന് അവിടെ മൂഞ്ഞേലി ഡേവിസിന്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ കൃഷി നശിപ്പിക്കുന്ന ഒരു ദയനീയമായ സാഹചര്യം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഫോറസ്റ്റ് ഓഫീസിന് മൂക്കിന് താഴെയാണത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ ഈ സമരത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജനങ്ങളുടെ, ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വരണം. അതിനുള്ള ഇടപെടൽ നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരുപാട് ആളുകളുടെ കൃഷി നശിച്ചിട്ടുണ്ട്. കൃഷി നശിച്ച കർഷകർക്ക് യഥാർത്ഥ അവരെ ഈ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ ചെലവിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം നൽകണം.
അല്ലാണ്ട് ഒരു തെങ്ങ് പോയി കഴിഞ്ഞാൽ 20 രൂപ കൊടുത്തിട്ട് കാര്യമില്ല. വനംവകുപ്പിന്റെ നിയമം അനുസരിച്ച് അത്ര ഉള്ളൂ എന്ന് പറയണേ, 20-200 രൂപയായിട്ടേ ഉള്ളൂ. എത്ര ഒരു പുരുഷായുസ് അധ്വാനിച്ചുണ്ടാക്കുന്ന കാർഷിക വിളകൾ നശിപ്പിച്ചാൽ അതിന് ചെലവിനനുസരിച്ചുള്ള ആനുപാതികമായ തുക നഷ്ടപരിഹാരം നൽകണമെന്ന് ഈ ധർണയിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ കാട്ടാനകളുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന ആളുകൾക്ക് ചികിത്സാ സഹായം കൊടുക്കണം. ഇപ്പൊ വനവകുപ്പിന്റെ നിയമം എന്ന് വെച്ചാൽ ആന ചവിട്ടി കൊന്നാലാ കാശ് തരുള്ളൂ എന്നുള്ള മട്ടാണ്. ആനനെ കണ്ട് ആന ഓടിച്ചുമ്പോൾ നമ്മൾ ഓടി വീണ കാശില്ല. ഇതെന്ത് ന്യായം, എന്ത് നീതി എനിക്കറിയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഈ കർഷകർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിക്ക് പറ്റുന്ന നാട്ടുകാർക്ക് ചികിത്സാ സഹായം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതോടൊപ്പം ഞാൻ നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ ഈ പ്രദേശത്തിന്റെ മണമറിയുന്ന, ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അറിയുന്ന നല്ല മിടുക്കരായ ആരോഗ്യമുള്ള, എനിക്ക് ഏപ്പില്ലാത്തവരെ വെച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ആരോഗ്യമുള്ള ആളുകളെ ഇവിടെ വാച്ചർമാരായിട്ട് നിയമിക്കണം. നെല്ലിച്ചോട് ഭാഗത്ത് അവിടെ ഫെൻസിങ് ഇട്ടതിന് ശേഷം 4 പേരെ മുഴുവൻ സമയവും നിയോഗിച്ചാൽ ഈ പ്രദേശത്തേക്ക് ആന കടന്നു വരില്ല എന്ന് ഈ പ്രദേശത്തിന്റെ എല്ലാ സൗകര്യങ്ങളും അറിയാവുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഫെൻസിങ് ഇട്ടതിന് ശേഷം, നമ്മുടെ നെല്ലിച്ചോട് ഭാഗത്ത് ഫെൻസിങ് ഇട്ടതിന് ശേഷം അവിടെ 4 പേരെ മുഴുവൻ സമയവും 24 മണിക്കൂറും മിടുക്കരായ, നിങ്ങൾക്ക് ആളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടെത്തി തരാം. ഞാൻ ഈ VSSന്റെ പ്രഥമ പ്രസിഡന്റായിരുന്നു. എനിക്കറിയാം ഈ വനത്തിന്റെ പാരിസ്ഥിതിക പ്രദേശങ്ങളൊക്കെ എനിക്കറിയാം. അപ്പൊ ഒരു 4 പേരെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റൂല്ലെങ്കിൽ ഞങ്ങൾ അതിനകത്ത് നിങ്ങൾ പക്ഷപാതം കാണിക്കാതിരുന്നാൽ മതി. ഉദ്യോഗസ്ഥന്മാർ പക്ഷപാതം കാണിക്കാതിരുന്ന സത്യസന്ധമായി ജോലി ചെയ്യുന്ന 4 പേരെ അവിടെ ജോലിക്ക് നിയോഗിച്ചാൽ ഇത് തടയാവുന്ന കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് മുഴുവൻ സമയം വാച്ചർമാരെ നിയോഗിക്കണം എന്ന് ഞങ്ങൾ ഈ ധർണയിലൂടെ ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന ഈ ധർണയിൽ ആ ധർണയ്ക്ക് നേരെ കണ്ണടച്ച് മുന്നോട്ട് പോകാതെ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ, ഡിമാൻഡുകൾ അംഗീകരിച്ച് സമയബന്ധിതമായി ഇലക്ട്രിക് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ചെയ്ത് ഇവിടുത്തെ നാട്ടുകാരെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് വളരെ വിനയത്തോടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഈ മുദ്രാവാക്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ അടുത്ത പണിയെടുക്കും. ഞങ്ങൾക്ക് എല്ലാ പണി അറിയാം. ഞങ്ങൾക്ക് നായാട്ടറിയാം, ഞങ്ങൾക്ക് കള്ളത്തടി വെട്ടാൻ അറിയാം, ഞങ്ങൾക്ക് അരി എത്തിക്കാൻ അറിയാം, നഞ്ചും അറിയാം, എല്ലാ പണിയും ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളെ കൊണ്ട് പഴയ പണി എടുപ്പിക്കാനുള്ള സാഹചര്യം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യരുത് എന്ന് വളരെ വിനയത്തോടെ അറിയിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കാൻ എനിക്ക് വളരെ സന്തോഷം തോന്നി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സമയബന്ധിതമായി നടത്തിയ പരിപാടിയാണിത്. നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ തന്നെ ഇതിന്റെ ദുരന്തം അനുഭവിക്കുന്ന എല്ലാവരും കോൺഗ്രസ് പാർട്ടി നടത്തുന്ന പരിപാടിയാണെങ്കിൽ പോലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പലരും ഈ പരിപാടിയിൽ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നുന്നു. പേര് പറഞ്ഞു വനം വകുപ്പ് അധികാരികൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഫെൻസിംഗ് സ്ഥാപിക്കാൻ സമ്മതിക്കില്ല, ട്രെഞ്ചിങ്ങിന് സമ്മതിക്കില്ല, മറ്റിപ്പോ നമ്മളൊരു വലിയ മതിൽ കെട്ടാൻ തീരുമാനിച്ചാൽ അതിന് ഇവർ പറയുന്ന 3 മീറ്റർ മാറ്റണമെന്നാ. അപ്പൊ അങ്ങനെ ഓരോ പ്രശ്നം ഉന്നയിച്ച്, ഓരോ കാര്യങ്ങളും ഉന്നയിച്ച് ഈ നാട്ടിലെ പാവപ്പെട്ടവന്, ഈ നാട്ടിൽ പിറന്നു വീണ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി ഇവർ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് പേർ ഇപ്പോ ഈ ആനകളുടെ ശല്യത്തിൽ ജീവൻ ബലി കഴിക്കേണ്ടി വന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിലെമ്പാടും പല സ്ഥലങ്ങളുമായി ഉണ്ടാവുകയാണ്. ഒരുപാട് കുടുംബങ്ങൾ തകർന്ന തരിപ്പണമായി ഈ പ്രശ്നങ്ങൾ കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത പൊറുതിമുട്ടിയ സാഹചര്യത്തിലേക്ക് നാട് മാറുമ്പോ വനം വകുപ്പിന്റെ ഈ തെറ്റായ നിലപാട് അവസാനിപ്പിക്കണം. ഇവിടെ ഒരു വനം മന്ത്രി ഉണ്ട്, ഞാൻ പറയണ്ട. സത്യത്തിൽ ഒന്ന് ആലോചിച്ചേക്ക്, ഇങ്ങനൊരു നാണം കെട്ട മന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ നാണം കെട്ടൊരു മന്ത്രി ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ആളുകളുടെ ജീവന്റെ പ്രശ്നങ്ങൾ നിയമസഭയിൽ MLA-മാർ ഉന്നയിക്കുമ്പോ, നമ്മുടെ പ്രിയപ്പെട്ട MLA റോജി ഉൾപ്പെടെ എല്ലാ MLA-മാരും ഉന്നയിക്കുമ്പോൾ, ജനപ്രതിനിധികളെ ചൂണ്ടിക്കാണിക്കുമ്പോ വനം വകുപ്പ് മന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ചില ഫോൺ സംഭാഷണങ്ങൾ മാത്രമേ താല്പര്യമുള്ളൂ, മറ്റൊരു കാര്യത്തിൽ താല്പര്യമില്ല. ഒന്നാലോചിക്കണം, ഇങ്ങനൊരു മന്ത്രി നമുക്ക് ആവശ്യമുണ്ടോ? ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇവരുടെ നിലപാട് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഫോറസ്റ്റിന്റെ കടന്നു പോകുന്ന വഴിയിലൂടെ അതിർത്തിയുള്ള റോഡ് വെച്ചാൽ അതിന് ഫണ്ട് കൊടുത്താൽ ഇവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം FDAക്ക്. FDA ടെൻഡർ ചെയ്യും എന്നാണ് ഒരു പറയാം. അപ്പൊ ഒരു മിനിമം 1 വർഷം 1.5 വർഷം കഴിയും. ഇത് എല്ലായിടത്തുമുള്ള പ്രശ്നമാണ്. ഈ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ സമീപനം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഇവിടെ കർഷകർക്ക്, നമ്മുടെ നാട്ടിലെ കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വന്യമൃഗങ്ങൾ നശിപ്പിച്ചാൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കണം. ഇവരത് എഴുതി കുത്തി ഉണ്ടാക്കുമ്പോഴേക്കും 1 വർഷം കഴിയും. ആളുകൾക്ക് കൃത്യമായി പൈസ കിട്ടുന്നില്ല, ആളുകൾക്ക് ചികിത്സാ സഹായം കിട്ടുന്നില്ല, കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളെ ഈ നാട്ടിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വളരെ സ്നേഹത്തോടുകൂടി ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട്, ഇതിന് മേലിൽ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ചൂണ്ടിക്കാണിക്കാനുള്ളത്, നിങ്ങൾ മനുഷ്യരാണെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാകണം.
നിങ്ങളും ഇതുപോലെയൊക്കെയുള്ള സ്ഥലത്താണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഞങ്ങൾ പറയുന്നതിനേക്കാൾ വികാരപരമായി നിങ്ങളും പറയും. പക്ഷേ നിങ്ങൾക്കിപ്പോ അധികാരത്തിന്റെ പത്രാസിൽ ഗവൺമെന്റ് എല്ലാ മാസവും നിങ്ങൾക്ക് വലിയ ശമ്പളം തന്ന് നിങ്ങളെ തീറ്റിപ്പോറ്റി നിന്നുള്ള അതിന്റെ അഹങ്കാരത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അത് നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾക്ക് പേടിയാ. നിങ്ങൾക്ക് ഞങ്ങളെ കേസെടുക്കാൻ ഒരു പേടിയില്ല, ഞങ്ങൾക്കെതിരെ കേസെടുക്കാൻ നിങ്ങൾക്ക് ഒരു പേടിയില്ല. പക്ഷേ നിങ്ങൾക്ക് നൈറ്റ് പെട്രോളിംഗിൽ നിന്ന് പോകാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മടിയാ. അപ്പൊ നിങ്ങൾ പറയും അതിനുള്ള ഉപകരണങ്ങളില്ല, സാമഗ്രികളില്ല, ടോർച്ചില്ല, വണ്ടിയില്ല എന്നൊക്കെ പറയും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തിനു വേണ്ടി പിന്നെ സർക്കാർ ശമ്പളം തരുന്നത്? നിങ്ങൾക്ക് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ നികുതി പണം കൊണ്ട് നിങ്ങൾ കൃത്യമായി 1-ാം തീയതി ശമ്പളം തരുമല്ലോ. ആ ശമ്പളം വാങ്ങി നിങ്ങൾ ചെയ്യേണ്ട ജോലി ചെയ്യണ്ടേ? നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെ ആനകൾ വരുന്ന വഴിത്താരകൾ കണ്ടെത്തി അവിടെ ആനകളെ തടയാനുള്ള ശ്രമം നടത്തുന്ന നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കണ്ടേ? അതിനൊക്കെയുള്ള സംവിധാനങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് പകരമായി ആളുകൾ ഏത് വിധേനയും ജീവിച്ചോട്ടെ, അത് ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്നുള്ള ഒരു തെറ്റായ സമീപനമാണ് നിങ്ങൾ തിരുത്തേണ്ടത്. ആളുകൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നല്ല, ആളുകൾ വളരെ സംരക്ഷണയോടുകൂടി ആളുകൾക്ക് ഈ നാട്ടിൽ ഏറ്റവും ജീവിക്കാനുള്ള അർഹതപ്പെട്ട അവരുടെ അവകാശം അത് പരിപൂർണമായും നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ആനകൾ പല വഴിയിലൂടെ അല്ല വരുന്നത്. ആനകൾ വരുന്ന വഴികൾ എല്ലാവർക്കും അറിയാം. ആനകൾ കൃത്യമായി കടന്നു വരുന്ന വഴികൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം. അവിടെ അതിനെ തടയാനുള്ള, അതിന് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള, അത് വരുമ്പോൾ കൃത്യമായി അതിന് മെസ്സേജ് പാസ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഇവർക്കറിയാം. പക്ഷേ നിങ്ങളത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൃത്യവിലോപമായി ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ സമീപനങ്ങൾ നിങ്ങൾ തിരുത്തണം. വനാതിർത്തിക്കുള്ളിൽ ഫെൻസിംഗ് സ്ഥാപിക്കാൻ നിങ്ങൾ NOC തരണം, ഞങ്ങൾ ഫണ്ട് വെക്കാം. വനാതിർത്തിയിൽ ട്രെഞ്ച് കുഴിക്കാൻ നിങ്ങൾ അനുവാദം തരണം, ഞങ്ങൾ ഫണ്ട് വെച്ചോളാം. പക്ഷെ നിങ്ങൾ അതൊന്നും സമ്മതിക്കാതെ ഈ നാട്ടിലെ ജനങ്ങളെ പരമാവധി ദ്രോഹിക്കുന്ന ആനകളെക്കാൾ, പുലികളെക്കാൾ, കടുവകളെക്കാൾ ഏറ്റവും വലിയ അതിനേക്കാൾ ക്രൂരന്മാരായി നിങ്ങൾ പല ഘട്ടത്തിലും പെരുമാറുന്നുവെന്ന് ഈ നാട്ടിലെ ആളുകൾക്ക് അഭിപ്രായമുള്ളപ്പോൾ നിങ്ങളുടെ സമീപനം തിരുത്തി ഈ കേരളത്തിലെ മന്ത്രിയുടെ അതേ സമീപനം നിങ്ങൾ സ്വീകരിച്ചു പോകാതെ മന്ത്രിയുടെ സമീപനത്തിന് വിരുദ്ധമായി ഈ നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വമായി നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് വളരെ വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ പോളിച്ചട്ടം പറഞ്ഞതുപോലെ അതിശക്തമായിട്ടുള്ള സമരങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. നിങ്ങൾക്കിപ്പോ എല്ലാ മാസവും ശമ്പളം കൃത്യമായി ലഭിക്കുമെന്നതിന്റെ അഹങ്കാരം കൊണ്ട് ഈ നാട്ടിലെ മനുഷ്യൻ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്ന് കരുതുന്ന നിങ്ങളുടെ സമീപനം നിങ്ങൾ തിരുത്തേണ്ടി വരും. അല്ലെങ്കിൽ ഞങ്ങൾ തിരുത്തിക്കുമെന്ന് വളരെ കൃത്യമായി അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങളുടെ സമീപനം നിങ്ങൾ തിരുത്തണം. നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കണം. ഈ നാട്ടിൽ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആനകളെ സംരക്ഷിക്കേണ്ടവരല്ല. ആനകളെയൊക്കെ നിങ്ങൾ സംരക്ഷിച്ച് ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ നാട്ടിലെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ആരെയും നിങ്ങൾ സംരക്ഷിക്കേണ്ട, ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കടമകൾ നിർവഹിച്ച് ഈ പെട്രോളിംഗ് ഉൾപ്പെടെ, ഫെൻസിംഗ് ഉൾപ്പെടെ, ട്രെഞ്ച് ഉൾപ്പെടെ ഏതെല്ലാം സാധ്യമായ വിധത്തിൽ എങ്ങനെയൊക്കെ ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയുമോ, വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എങ്ങനെ വരുന്നത് തടയാൻ കഴിയുമോ, ആ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിൽ വന്യമൃഗങ്ങളെ തടയാനുള്ള ഉത്തരവാദിത്വം പരിപൂർണമായി ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കണമെന്ന് വളരെ വിനയപൂർവ്വം നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നടക്കുന്ന സൂചനാ സമരം അത് ഈ തരത്തിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ ഈ നാടൊന്നാകെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ജില്ലയിലെ മറ്റ് പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും പിന്തുണയോടുകൂടി നിങ്ങളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഈ ജില്ലയിലെ മുഴുവൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെ അണിനിരത്താൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന് വളരെ സ്നേഹപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു. ഇത് സൂചനാ സമരം മാത്രമാണ്. സൂചനാ സമരം കൊണ്ട് ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള നിരാഹാര സമരം ഉൾപ്പെടെയുള്ള ഒരുപാട് സമരങ്ങളുമായി, വ്യത്യസ്തങ്ങളായ സമരമുഖങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് വരും. നിങ്ങളെ തടയുന്ന ഉൾപ്പെടെയുള്ള സമരങ്ങളുമായി മുന്നോട്ട് വരുമ്പോ ഞങ്ങൾക്കെതിരെ കേസെടുത്ത് ഞങ്ങളേക്ക് ജയിലിടാമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ അതൊന്നും ഞങ്ങളുടെ മുമ്പിൽ വിലപ്പോകില്ല എന്ന് ശക്തമായി നിങ്ങൾ സൂചന നൽകിക്കൊണ്ട് ഈ സൂചനാ സമരം ഇന്ന് അസൗകര്യമുള്ള ദിവസമായിട്ട് പോലും ഇവിടുത്തെ ഒരുപാട് പേർ ഇവിടെ അവരുടെ ജീവിത പ്രശ്നമായതുകൊണ്ട് ഇവിടെ ഓടിയെത്തിയിരിക്കുന്നു. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഭരണസമിതിയെ ആലോചിച്ചപ്പോൾ അതെല്ലാം തടയിടുന്ന അല്ലെങ്കിൽ അതിനെ നിരാകരിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളുമായിട്ടാണ് ഈ DFI അടക്കമുള്ള ഈ ഉദ്യോഗസ്ഥർ പോകുന്നത്. വനസംരക്ഷണ സമിതിയും എല്ലാം തന്നെ നമുക്കിവിടെയുണ്ട്. ഇന്നലെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കർഷകരുടെ
കാണുവാനായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമടക്കമുള്ള ഞാനടക്കമുള്ള ആളുകളുടെ ഒത്തുകൂടിയപ്പോൾ അവിടെ ആ വ്യഥ, അവരുടെ ദുഃഖം നമ്മളെ ഏറെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട്. ഇതെല്ലാം പഞ്ചായത്ത് നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് മന്ത്രി A.K. ശശീന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് നിവേദനം കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒരു തരത്തിൽ നടപടികൾ സ്വീകരിക്കാതെ മുന്നോട്ട് പോയി സർക്കാരിനെ കണ്ണുറപ്പിക്കുക, അല്ലെങ്കിൽ ഈ DFO-മാരെ പരമാവധിയായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവരെ കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള സമരമാർഗങ്ങൾ ആവിഷ്കരിക്കുവാൻ കോൺഗ്രസ് സജ്ജമാണ് എന്ന് മാത്രം ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങൾ പല റേഞ്ച് ഓഫീസർമാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ കൃത്യമായി വന്യ സംരക്ഷണ സമിതി യോഗങ്ങളിൽ വന്നിരുന്ന് ഇവിടെയുള്ള കർഷകരുടെ ആകുലതകളും വ്യാകുലതകളും എല്ലാം മനസ്സിലാക്കി അതിന് തക്കതായ മറുപടി പറഞ്ഞ് ഒരു ടീമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിന് ഇതുവരെയും ഇങ്ങനെയൊരു ബോധ്യം വരാതെ ഇവിടെ ആളുകളെ ഉപദേശിക്കുന്ന തരത്തിലാണ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ നിതിൻ ഇരിക്കുന്നത്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക, നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ ആന ചവിട്ടിയാൽ, ഈ ബിൽഡിങ്ങിൽ നിന്ന് ആന ചവിട്ടിയാൽ സംരക്ഷിക്കാനുള്ള ആളുകളാണ്, നിങ്ങളുടെ ആശുപത്രി കൊണ്ടുപോകാനുള്ള ആളുകളാണ് ഈ അവകാശവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. കണ്ണടച്ചാൽ നിങ്ങൾക്കും നാടിനും വിപത്താണ് എന്ന സൂചനയാണ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നൽകാനുള്ളത്. അതുകൊണ്ട് ലിബിൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അല്പം കൂടി മര്യാദപരമായിട്ട് ഇവിടുത്തെ ജനങ്ങളോടും ആഭിമുഖ്യപ്പെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ജനപ്രതിനിധികൾ എന്ന രീതിയിൽ പറയാം. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ മീറ്റിംഗ് വിളിച്ചു, കുറച്ചു പേരെ അങ്ങോട്ട് പറഞ്ഞു വിടും. എന്തൊരു പറയും, ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, ഞങ്ങളൊന്നും അറിയില്ല. ഇതറിയാനാണ് നിങ്ങളെപ്പോലുള്ളവർ വിളിച്ച് കർഷക സമിതി വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചു. വന്നപ്പോൾ മുൻ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വ്യക്തമായ ഇവിടുത്തെ അന്നത്തെ ദേവസ്വം KP പോളിയുടെ ചേട്ടനടക്കമുള്ള ഒരു വനസംരക്ഷണ സമിതി വന്നിരുന്ന് കൃത്യമായി പറഞ്ഞു, നമുക്ക് 3.5 കിലോമീറ്റർ സ്ഥലമാണ് കറൂട്ടി അതിർത്തിയിൽ വരുന്നുള്ളൂ. ആ സ്ഥലത്ത് ഞങ്ങൾ പൈസ വെച്ചോളാം, ഞങ്ങൾ ഫെൻസിങ് ഇട്ടോളാം, നിങ്ങൾ അതിന് അനുമതി തരണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെച്ച ഫെൻസിങ് റിപ്പോർട്ടും അടക്കം മാസങ്ങളോളം ഞങ്ങൾ അതിന്റെ പിന്നാലെ നടന്നിട്ടും ഇന്നും അനുമതി തരാതെ നിൽക്കുന്ന നിങ്ങളുടെ ആ നിഷ്ക്രിയത്വം നിങ്ങളിത് മേലുദ്യോഗസ്ഥരോട് പറയണം. അത്രയെങ്കിലും അന്നുകളിലെ ലോഡ് കുറച്ചു തരും. ഗവൺമെന്റിന് കാശില്ല, ആർക്കറിയാൻ പാടില്ലാത്ത ഗവൺമെന്റ് കൊടുക്കുന്ന നാടിന്റെ ഉണ്ട്. അപ്പോൾ നിങ്ങളും കൂടി അവരുടെ കൂടെ പങ്കാളികളായി നിന്നുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ ഉപദ്രവിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അതിന് വില പോകില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ പേരോട് സാധാരണ സമരമൊക്കെ വരുമ്പോൾ ശ്രീ KP പോളി പറഞ്ഞു, നമുക്ക് ഇത് വേണ്ട, ഇത് ആദ്യത്തെ സമരമാണ്, നമുക്ക് മര്യാദപരമായിട്ട് പോകാം. അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് റേഞ്ച് ഓഫീസർ ഉദ്യോഗസ്ഥർക്ക് ഇതിനെ കടന്നുപോയി. സാധാരണ ഒരു സമരം ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ കടത്തിവിടാറില്ല. അതുകൊണ്ട് ഇതൊരു സൂചനയാണ്. അടുത്ത സമരം വഴിത്തടയിലടക്കം നിങ്ങൾക്ക് ഈ ഓഫീസിൽ കയറ്റാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ അതേ മറ്റുള്ള സമരമുറകൾ ഞങ്ങൾ എടുപ്പിക്കാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലതാണ് എന്ന് മാത്രം. ഇന്നലെ അവർ പറഞ്ഞു, കർഷകരുടെ അടുത്ത് ഞങ്ങൾ ചെന്നു, പ്രസിഡന്റ് അടക്കം ഷാജു ഉണ്ടായിരുന്നു, ഫിനിയുടെ വീടിന്റെ ബാക്കിലാ, അവിടെയുള്ള ലോന പ്രസിഡന്റ് അടക്കം സെബി അടക്കമുള്ളവർ വന്നു എന്ന് കരയുമ്പോഴും പറഞ്ഞത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടേക്ക് കടന്നുകൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷം പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കും, ഇത്തരം നിഷേധാത്മകമായ സമീപനമായിട്ട് ഇവിടെ ജനവാസത്തിനുള്ളിലാണ് നിങ്ങളുടെ ഓഫീസെങ്കിൽ നിങ്ങളുടെ കാവൽക്കാർ ഈ നാട്ടിലെ ജനങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ്, ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു സൂചനയാണ് ഈ സമരം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നടത്തിത്തരാനായിട്ട് കൂട്ടായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അതിന്